നമ്മൾ ഇന്ന് വീണ്ടും ഒരു പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. നമ്മളെ ക്രിസ്മസ് എക്സാമിന് നമ്മളെ ഫിസിക്സിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കറൻറ്റ് ഓഫ് 0.5 ആംപിയർ ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ വിത്ത് 100 ഓം റെസിസ്റ്റൻസ് ഫോർ 5 മിനിറ്റ്. 5 മിനിറ്റിനുള്ളിൽ 100 ഓം റെസിസ്റ്റൻസിൽ ഒരു 0.5 ആംപിയർ കറൻറ്റ് ഇതിനുള്ളിൽ പോകുന്നുണ്ട്. 100 ഓം പ്രതിരോധം ഉള്ള ഒരു ചാലകത്തിലൂടെ 0.5 ആംപിയർ കറൻറ്റ് 5 മിനിറ്റ് നേരം ഒഴുകുന്നു. എ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അളവ്, താപം ഉൽപ്പാദിക്കപ്പെടുന്ന അളവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് 1 ആംപിയറിലാണ് 5 മിനിറ്റത്തേക്ക് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ എടുക്കേണ്ടത് ഇക്വേഷൻ I²RT ആണ്. I² I²RT. ഐ തന്നിട്ടുണ്ട്. ഐ എത്ര? 0.5 ആംപിയർ. 6 100 ടി 5 അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സെക്കൻഡിലേക്ക് ആക്കണം. അന്നേരം 300 സെക്കൻഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. H=I²RT 0.5 ഹോൾ സ്ക്വയർ ഇൻറ്റു 100 ഇൻറ്റു 300 ആണ് വരിക. അന്നേരം 0.25 ഇൻറ്റു 100 ഇൻറ്റു 300 വരും. ഒന്നുകൂടി ഇതാക്കിയാൽ 25 ഇൻറ്റു 300 ഈക്വൽ ടു 100നെ 0.25 കൊണ്ട് വിളിച്ചാൽ 25 അങ്ങനെ വരുമ്പോൾ 7500 ജൂൾസ് കിട്ടുക. അതിൽ ഇത് ഇടാൻ മറന്നത് ജൂൾ എന്നുള്ള ഇത് ഇടാൻ മറന്നത്. ബി ക്വസ്റ്റ്യൻ, I = 1 ആംപിയർ ആണെങ്കിൽ ഇതിൽ I²RT തന്നെ. I = 1 ആംപിയർ. R = 100 T = 300 തന്നെ. അന്നേരം I²RTന് 1² ഇൻറ്റു 100 ഇൻറ്റു 300 അത് തന്നെ 100 ഇൻറ്റു 300 എന്ന് വരും. ഈക്വൽ ടു 30,000 ജൂൾ. ഇതാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇങ്ങനെ കിട്ടും. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് പറയുന്നുള്ളൂ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസങ്ങളിലേക്ക് വരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ നോക്കുക. അപ്പം താങ്ക് യു.